കണ്ണൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് വിമതൻ പി.കെ. രാഗേഷിന് ചില കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് സഹായം കിട്ടിയെന്ന് കെ. സുധാകരൻ. അവർ ആരൊക്കെയാണ് എന്ന് താൻ പരസ്യമായി പറയുന്നില്ല. അവർക്കെതിരെ പാർട്ടിതല നടപടിയുണ്ടാകും. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത തവണ UDF-നെ തോൽപ്പിച്ചാൽ താൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുമെന്നും കെ. സുധാകരൻ വെല്ലുവിളിച്ചു. കണ്ണൂർ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ താൻ ഇടപെട്ടിട്ടില്ലെന്നും അത്തരം പ്രചരണങ്ങൾ തെറ്റാണെന്നും കെ. സുധാകരൻ റിപ്പോർട്ടറോട് പറഞ്ഞു. വിമതനായി മത്സരിച്ച രാഗേഷും അദ്ദേഹം നിർത്തി മത്സരിപ്പിച്ച മറ്റ് 5 സ്ഥാനാർത്ഥികളും വിമതന്റെ വേഷം കെട്ടിയപ്പോൾ അവർക്ക് ബാഹ്യമായ പിന്തുണ പലയിടങ്ങളിൽ നിന്നും പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും CPM-ന്റെ അടക്കം പിന്തുണ അവർക്ക് ഉണ്ടായിട്ടുണ്ട്, ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. മുൻകൂട്ടി ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പി.കെ. രാഗേഷ് പ്രവർത്തിച്ചത്. അത് പാർട്ടിക്കകത്ത് ചർച്ച നടക്കും, അതിന് നടപടികൾ ഉണ്ടാകും, അതിന് പരിഹാരം ഉണ്ടാക്കും. പി. ജയരാജൻ ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, കോർപ്പറേഷൻ നിങ്ങൾ ഭരിച്ചില്ലേ, വരാൻ പോകുന്ന 5 മാസം കഴിയുമ്പോൾ കണ്ണൂർ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരിക, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. UDF-നെ തോൽപ്പിക്കാൻ സാധിച്ചാൽ കണ്ണൂരിലെ DCC ഞങ്ങൾ പ്രവർത്തനം അവസാനിപ്പിക്കും.